എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. എങ്ങനെയുണ്ടായി ചലഞ്ച് റൗണ്ട്? കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ, എനിക്ക് ശ്രുതി ഇല്ലാതെ പാടിയപ്പോ ഒരു അതിന് മുമ്പ് അതാണോ ഇഷ്ടമായത് അതോ ഓർക്കസ്ട്ര ഉള്ളതാണ് ഓർക്കസ്ട്ര ഉള്ളപ്പോ ഇഷ്ടമായി. ഇഷ്ടമായത്? ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ശ്രീനി സർ. എനിക്ക് വലിയ ഇഷ്ടമായി. താങ്ക് യു സർ. റിയലി ലൈക്ക് ഇറ്റ്. അതിൻ്റെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. സംടൈംസ് യു നോ ഐ എം ലുക്കിംഗ് ഫോർ ബ്യൂട്ടി, നോട്ട് അറ്റ് പെർഫെക്ഷൻ. ബട്ട് പെർഫെക്റ്റ് ആയാൽ യു വിൽ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ഓൾവേസ്. അപ്പോൾ കീപ് സ്ട്രൈവിംഗ് ഫോർ പെർഫെക്ഷൻ, കീപ് പ്രാക്ടീസിങ്. കറക്റ്റായിട്ട് പാടാൻ നോക്കുക. ഓക്കെ സർ. ബ്രെത്ത് കൺട്രോൾ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ലോങ് ഫ്രേസസ്, ഇറ്റ് ഈസ് നോട്ട് ഈസി അല്ലാത്ത ഒരു പാട്ടാണ്, ബട്ട് ഡിഫിക്കൽട്ടായിട്ട് ഒരു സോങ്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സോങ്. ലിറിക്സ് ആയാലും എനിക്ക് പോലും മനസ്സിലാവുന്ന ലിറിക്സാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട്. ആൻഡ് എന്തൊരു കോമ്പോസിഷനാണ് രവീന്ദ്ര മാസ്റ്ററിൻ്റെ. വാട്ട് എ കമ്പോസർ ഹീസ്. ഓഹ്, ആക്ച്വലി മലയാളത്തിൽ ആദ്യമായിട്ട് ശരത്തിനും പാടി. ബട്ട് രവീന്ദ്ര മാസ്റ്റർ ഗേവ് മി എ സോങ് ഒരു ഇറങ്ങാത്ത പടത്തിൽ, പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ലിറിക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പാടും, അത്രേ ഉള്ളൂ. ഹിൽ ജസ്റ്റ് ടേക്ക് ദ ലിറിക്, ദർ വിൽ ബി നോട്ട് ഈവൻ ശ്രുതി റെഫറൻസ് പോലും കാണില്ല. ആ പാട്ട് ഫുള്ളായിട്ട് റിയൽ ടൈമിൽ ആ പാട്ടങ്ങ് കഴിയും, അത്രേ ഉള്ളൂ. ഹീ ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ബീസ്റ്റ് എന്ന് പറയാം. അങ്ങനെ ഒരു കമ്പോസറാണ്. എന്തൊരു കമ്പോസറാണ്. ബട്ട് അമയ, യു ആർ സൂപ്പർബ് അമയ. താങ്ക് യു സർ. വെൻ യു സിംഗ് യു എൻജോയ് ഇറ്റ് സോ മച്ച്. ഈ പാട്ടിൽ ഞാൻ അതാ കണ്ടത്. ആൻഡ് സോ ഗ്രേറ്റ് ഗോയിങ്, ഓൾ ദ ബെസ്റ്റ്. കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ, ചിത്ര ലെവൽ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ശ്രീനി സർ. ശരത് സർ. മോളെ, എന്താ സർ? നല്ല ബ്യൂട്ടിഫുൾ പാട്ട് മോളെ. എന്തൊരു സുഖമാണ് അത് കേൾക്കാൻ, അസാധ്യം. അത് ഇപ്പം അണ്ണാച്ചി പറഞ്ഞ പോലെ രവീന്ദ്രൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ജന്മമാണ്. അതാ പറഞ്ഞിട്ടൊരു കാര്യം. ഞാൻ മാഷിൻ്റെ അടുത്ത് മാഷ് എന്തൊരു ഉഗ്രം പാട്ടാണ്. മാഷിൻ്റെ ഓരോ മെലഡിക്കും ആ മാഷിൻ്റെതായിട്ടൊരു ഐഡൻറ്റിറ്റി, അത് മാത്രമല്ല നല്ല സുഖമാണ് മാഷിൻ്റെ പാട്ട് കേൾക്കാൻ. സോറി, മറ്റേ ഒന്ന് പാടൂ, ഒരു കല്യാണി, ഹിസ് ഹൈനസ്, അണ്ണാച്ചിയുടെ പോർഷൻ. ഡെഫിനറ്റ് ഇത് കഴിഞ്ഞു ഉടനെ ഞാൻ അണ്ണാച്ചിക്ക് വേണ്ടി കല്യാണി പാട്ട് തരുന്നതായിരിക്കും. Yay! അപ്പം മക്കളെ, ഇത് ഒരു മനോഹരമായിട്ടുള്ള കോമ്പസിഷൻ നന്നായിട്ട് പാടിയുമ്പോൾ ഈ തുടക്കം ഇപ്പോഴും നമ്മളത് നോക്കിക്കോളാം. അതൊരു വലിയ ഭീകര തെറ്റൊന്നും അല്ല. എങ്കിലും തുടക്കം അങ്ങോട്ട് എന്താ പറയണ്ടേ, ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ അങ്ങ് കൂളായിട്ട് അങ്ങോട്ട് വരുമ്പോൾ അതിനൊരു സുഖമുണ്ട്. എന്തിന് അത് അല്ല, നമ്മൾ വിചാരിക്കും എന്തിന് പാടി എന്നൊന്നില്ല. അപ്പം എന്തിന് വേറൊരു സൂര്യോദയ തുടക്കം മക്കളൊന്ന് ശരിയാക്കണം. പിന്നെ നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, ഒന്ന് പാടാമോ മക്കളെ? നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, സന്ധ്യ സന്ധ്യ പൊന്നുഷ സന്ധ്യയല്ലേ. സന്ധ്യ ധ്യ എന്നുള്ളത് മക്കളെ അത് കുറേ കൂടെ ക്ലാരിറ്റി വേണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ലൈൻ മധുവസന്തം ഒന്ന് പാടാമോ? എന്തിനു വേറൊരു മധുവസന്തം, വസന്തം വസന്തം മധുവസന്തം. ഓക്കെ 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 മോളെ ആ ലാസ്റ്റ് വെറുതെ അല്ലേ ഇത് കണക്ട് ചെയ്യുന്ന പല്ലവിയിലേക്ക്, അതൊന്ന് പാടാമോ? വെറുതെ ഗുഡ് ഗുഡ്. അതുപോലെ തന്നെ മോളെ തുടക്കം, ഈ അനുപല്ലവി തുടക്കം നോക്കത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? തുടക്കം ഒരു ചളുക്കം ഉണ്ടായിരുന്നു. പിന്നെ രാഗലോല അതൊക്കെ ഒരു കൃത്യമാക്കാം. അത് എന്തിന് വേറൊരു സൂര്യോദയവും ആ ക്ലിക്കും ശ്രുതിയിൽ മാത്രം വന്നപ്പോൾ ഉള്ള പല്ലവി അത് മോക്കത് അത് നോക്കിയാൽ മതി. അതിനൊരു സുഖമുണ്ട് ആ ഒരു ഫ്രേസിങ്ങിന്. അപ്പോൾ അത് കുറച്ചും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ആ മോളത് ശ്രദ്ധിച്ചോളുക. പിന്നെ എൻ്റെ ആ മേളിൽ അത് കുഴപ്പമില്ല, അതൊന്ന് പാടാമോ? എന്തിനു വേറൊരു സൂര്യോദയം, ഒരു നോട്ട് മാത്രം ഒരു ക്ലാരിറ്റി ഇല്ല, മറ്റേതല്ല ഓക്കെ. ഇപ്പോൾ ഗുഡ് മോളെ, നല്ലൊരു പാട്ട് എടുത്തുകൊണ്ടൊന്ന് പാടിയതിൽ കുറേ സന്തോഷം കേട്ടോ. പിന്നെ ശ്രുതിയിലോട്ട് വരുന്നത് ന്യായമായിട്ട് തന്നെ വന്ന് കയറിയിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മോള് ചരണം പാടുമ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങുന്ന കൊച്ച്. പിന്നെ മോള് ശരിയായി ആദ്യത്തെ ലൈൻ കഴിഞ്ഞിട്ട്. പിന്നെ ഓക്കെ, ഗുഡ്. ഉഗ്രൻ സോങ് സെലക്ഷൻ മോളെ. താങ്ക് യു സർ. നന്നായിട്ട് പാടുകയും ചെയ്തു. ആകെ ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞതിൽ ഈ
മലർവനിയിൽ വെറുതെ, ആ വെറുതെ എന്ന് പറഞ്ഞത് അത് ഒഴിച്ച് ബാക്കി എല്ലാം ശരത്തേട്ടൻ പറഞ്ഞു തന്നെയാണ് ഞാനും അടിവര ഇട്ടത്. പിന്നെ ഞാൻ പറയട്ടെ, അവളെ ഭയങ്കര രസമുള്ള വോയിസ് ആണ് കേട്ടോ അമ്മയ. താങ്ക് യു സർ. നല്ല സുഖമാണ് കേട്ടിരിക്കാൻ. ഒന്ന് ചെറിയൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുള്ളൂ. ആ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി സിംഗറായിരിക്കും. താങ്ക് യു സർ. പിന്നെ മഴയത്തു മുമ്പേലുള്ള എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചാണ്. ഇതിൽ വേറൊരു കമ്പോസറും കൂടിയുണ്ട്, രവീന്ദ്രൻ മാഷുണ്ട്, വേറൊരു കമ്പോസർ കൂടിയുണ്ട് ഇതിനകത്ത്. മനസ്സ് പോലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ പടം തുടങ്ങുന്നത് ഈ ഒരു പാട്ട് വെച്ചിട്ടാണ്, മനസ്സ് പോലെ എന്ന് പറഞ്ഞൊരു പാട്ട് വെച്ച്. അത് കമ്പോസ് ചെയ്ത ആളുടെ പേര് ആർ ആനന്ദ് എന്നാണ്. ഞാൻ അദ്ദേഹത്തെ കുറേ തപ്പിയിട്ടുണ്ട്. എവിടെയാണ് ഈ മനുഷ്യൻ, നിങ്ങൾക്കറിയോ ആർ ആനന്ദിനെ? ആനന്ദ് ഒരുപാട് ജിംഗിൾസ് ഒക്കെ ചെയ്ത്, പഴയ ആനന്ദ്. ആനന്ദ് അങ്ങനെ ബോംബെയിലാണ് പുള്ളി, ഇപ്പോൾ ബോംബെയിലാണ് ജിംഗിൾസ് ഒക്കെ ചെയ്ത്. ഇപ്പോൾ സെമി റിട്ടയർഡ് ആണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. ആ സമയത്ത് ഇറങ്ങിയ മലയാളം പാട്ടുകളിൽ നിന്ന് മാറി നിന്ന 2 പാട്ടുകളുണ്ട് മഴയത്തുമ്പയിൽ. ഒന്ന് ഈ മനസ്സ് പോലെ എന്ന് പറഞ്ഞൊരു പാട്ടും, പിന്നെ ഒന്ന് ലേഡീസ് കോളേജ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിനകത്ത് മമ്മൂക്കയുടെ റാപ്പ് വരെ ഉണ്ട്. എനിക്കൊന്ന് മമ്മൂക്ക ആദ്യമായിട്ട് റാപ്പ് ചെയ്യുന്ന ഒരു പരിപാടി അതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചിച്ച ചിച്ച എന്ന് പറഞ്ഞൊരു പാട്ട്, ആത്മാവിൻ പുസ്തകത്താളിൽ, എല്ലാം എവർഗ്രീൻ സോങ്സ്. ഇപ്പോഴും കേൾക്കുമ്പോൾ ഫ്രഷ്. മോള് ഈ പറഞ്ഞ പോലെ തന്നെ പല്ലവി ബിഗിനിങ്, അനുപല്ലവി സ്റ്റാർട്ട്, ചരണം സ്റ്റാർട്ട്, അത് മാത്രം ഒന്ന് ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ വെരി എൻഡ്, ടൈൽ എൻഡ് എല്ലാം പറഞ്ഞു, എല്ലാം പാടിപ്പിച്ചു. ആ ഇമോഷൻ ഭയങ്കരമായിട്ട് കണക്ട് ആയി. മോളെ നല്ല ശബ്ദം, ഇങ്ങനെ തന്നെ പോകും. താങ്ക് യു ഓൾ സർ. ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അമ്മയാ, ഇത്രയും ആയതുകൊണ്ട് ഞാനൊരു 0.5 കൂട്ടിയിട്ട് 9 തരും. ഓക്കെ, 17.5 മാർക്സ്. അടിപൊളി. മറ്റേ റൗണ്ടിലും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഫാമിലി റൗണ്ടിലെ ഇതുവരെ ഉള്ളതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അമ്മയുടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.